ഭൂമിക്കും ആകാശത്തിനും ഇടയിലെ വ്യത്യാസം പോലെ. മസീറത്തു 500 ആം. മുത്തനബി തങ്ങൾ പറഞ്ഞത് ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരം എന്നാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞില്ല, നമ്മൾ സങ്കല്പിക്കുകയാണ്. പ്രകാശവേഗതയിലൊക്കെ പോയാൽ 500 കൊല്ലത്തെ വഴിദൂരം എന്ന് സയൻസ് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ദ ലിമിറ്റ്സ് ഓഫ് സ്റ്റാർസ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അത്രയുമുള്ള വ്യത്യാസം ഓരോ ലെവലിനും ഉണ്ടെന്നും അങ്ങനത്തെ 100 തട്ടുകളാണ് സ്വർഗത്തിനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസി സ്വർഗത്തിൽ കടന്നാൽ സങ്കടപ്പെടുന്ന ഒരു വിഷയമുള്ളൂ, ഒരൊറ്റ വിഷയം. നമ്മളൊക്കെ വിചാരിക്കൂലേ, വെറുതെ കടന്നിട്ടാ മതിയായിരുന്നു റബ്ബേ, ഇപ്പൊ അത്രയേ ഉള്ളൂ, വലിയ മോഹമൊന്നുമില്ല. സ്വഹാബികളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളതിനെ കുറ്റപ്പെടുത്താനും വയ്യ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മഹാനവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇബ്നു മസ്ഊദ് എന്നവരോട്, ഇബ്നു മസ്ഊദ് എന്ന അല്ലാഹുവിന്റെ ഹബീബ് ഏതൊരാളിന്റെ കാലിന്റെ അടിഭാഗം അല്ലാഹുവിന്റെ അർശിൽ തട്ടി നിൽക്കുന്നുവെന്ന് പറഞ്ഞു. ആ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ കാത്തിബുൽ വഹയാണ്, ഹബീബിന്റെ അമീനാണ്. അവരിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അസ്ഹാബുൽ യമീനിൽ പെടാനല്ല എന്റെ ആഗ്രഹം, എനിക്ക് മുഖർറബീങ്ങളിൽ പെടണം. ഉലൈകൽ മുഖർറബൂൻ. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ എന്ന് ഖുർആൻ പറഞ്ഞ നന്മയുടെ പക്ഷക്കാർ, അവര് സ്വർഗവാസികളാണ്. പക്ഷെ അവരെക്കാളും ഒരുപിടി ഗ്രേഡ് മേലെയാണ് മുഖർറബീങ്ങൾ. അദ്ദേഹം പറയാണ്, എന്റെ ആഗ്രഹേ, നമ്മൾ പറയില്ല എനിക്ക് SLC പാസ്സാവലോ +2 എന്നല്ല, എനിക്ക് ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു IAS ഒക്കെ എടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, അസ്ഹാബുൽ യമീൻ അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് മുഖർറബീങ്ങൾ പെടണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മഹാനായ ഗുരു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇന്നഹാ ഹുനാ ലറജുല, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, യതമന്നാ ലൗ മാത ലം യുബഅസ്, മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു പുനർജന്മം പോലും ഉണ്ടാകല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അസ്ഹാബുൽ യമീൻ അല്ല അയാളുടെ വിഷയം, മുഖർറബീങ്ങൾ പെടണമെന്നല്ല വിഷയം. എനിക്ക് മരണശേഷം ഒരു പുനർജന്മം തന്നെ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം ഓർക്കാൻ വയ്യ എന്ന്, മരിച്ചു കഴിഞ്ഞാൽ അതിന്മ തീർന്നു എന്ന് അള്ളാഹു പറയുകയാണെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരാൾ ഇവരിയ്ക്കുന്നുണ്ട്. യഅനി നഫ്സ, സ്വന്തത്തെ കുറിച്ച് പറയാണ്, എന്റെ ആഗ്രഹം, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മഹാനായ അള്ളാഹുവിന്റെ സാഹിം ആബിദീങ്ങളുമായ മഹത്തുക്കളൊക്കെ അങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു 1000 വർഷം കഴിഞ്ഞ് നരകത്തിൽ നിന്ന് മോചനം കിട്ടി സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളിന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അച്ചമന്നാ അർജു അൻ നകൂന ഹുവ, 1000 കൊല്ലം നരകത്തിൽ കടന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നു എന്ന് മഹാനായ അല്ലാമ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. എന്തേ പറയാൻ കാരണം എന്നറിയോ? അള്ളാഹുവിന്റെ നരകത്തിൽ അയാൾ ശാശ്വതനായി കിടക്കുന്നില്ലല്ലോ. 1000 കൊല്ലം കഴിഞ്ഞാൽ എന്റെ സ്വർഗം അള്ളാഹു നൽകുന്നുണ്ടല്ലോ, അത്രയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് സ്വർഗത്തിൽ ടിക്കറ്റ് മുറിച്ചു കൊടുത്തു കഴിഞ്ഞു, ഉറപ്പാണ് പോയിക്കോളി. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബിയും സഹാബികളും അങ്ങനെ ചിന്തിക്കുമായിരുന്നില്ല. വളരെ പേടിയിലായിരുന്നു, വിഷമത്തിലായിരുന്നവരെ. മുബശ്ശരീങ്ങളിൽപ്പെട്ട മുബശ്ശറും ബിൽ ജന്നയല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ദഖൽതുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഫഇദാ അന ബിഖസ്റിൻ മിൻ ദഹബ്, സ്വർണ്ണത്തിന്റെ ഒരു കൊട്ടാരമുണ്ട് അവിടെ. സ്വർണ്ണത്തിന്റെ ഒരു കൊട്ടാരം ഞാൻ കണ്ടു അവിടെ. ഞാൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ആർക്കുള്ളതാണ് ഈ കൊട്ടാരം, ആരുടേതാണിത്? ഇത് ഖുറൈശികളിൽപ്പെട്ട ഒരു യുവാവിനുള്ളതാണ്, ഒരു ചെറുപ്പക്കാരനുള്ളതാണ്. ഖുറൈശികളിലെ ഒരു യുവാവിനാണ്. ഞാൻ ആലോചിച്ചു പോയി, ഒരു പക്ഷേ എനിക്കുള്ളതാവാം. അഫ്ദലുൽ ബശറല്ലേ, ഖൈറുൽ ഖൽഖല്ലേ, അല്ലാഹുവിന്റെ മെഹബൂബല്ലേ. ഹബീബ് ചിന്തിച്ചു പോയി, എനിക്കുള്ളതാണോ എന്ന്. വമൻ ഹുവ, ആരാണ് ആ ഖുറൈശി ചെറുപ്പക്കാരൻ എന്ന് ഞാൻ ചോദിച്ചു. അവര് പറഞ്ഞു, ലിഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഖത്താബിന്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഉമർ റളിയല്ലാഹു അൻഹു അവർക്കുള്ളതാണ് എന്ന് എന്നോട് പറഞ്ഞു. റഅയ്തു ബിഫിനാഇഹാ ജാരിയതൻ, സ്വർഗീയ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ ഞാൻ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ കാണുകയും ചെയ്തു. ഉമറേ, എനിക്കൊന്ന് തോന്നി ആ വീട്ടിൽ നിന്ന് കയറിയാലോ എന്ന്.
അതിന്റെ ഉള്ളൊന്ന് കാണണമെന്ന് തോന്നിപ്പോയി. നിങ്ങളുടെ വീടല്ലേ? നിങ്ങൾ വല്ലാത്ത ആത്മീയമായ അഭിമാനബോധമുള്ളവരല്ലയോ, ഞാൻ ആ കയറിയത് നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല ഉമറേ എന്ന് പറഞ്ഞപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, എന്റെ ഹബീബായ നബിയേ, അങ്ങയോട് എനിക്ക് ദേഷ്യം വരുമോ നബിയേ? ഒന്ന് കയറിക്കൂടായിരുന്നോ നബിയേ എന്റെ ആ വീട്ടിലേക്ക്? മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൈതനീ ഷജറതൻ തുഅലദ്, ഞാൻ കൊതിച്ചു പോവുകയാണ് ഭൂമിയിൽ ഞാനൊരു മരമായി ജീവിക്കുകയും ആ മരം പിന്നീട് പിഴുതെടുക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു വൃക്ഷമായി പോയിരുന്നെങ്കിലെന്ന് ഈ സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞതിന്റെ ശേഷം സ്വർഗത്തെ സംബന്ധിച്ച് അവിടെ കടക്കാൻ മാത്രം യോഗ്യത എനിക്കുണ്ടോ എന്ന് ചിന്തിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബൈനൽ ഖൗഫി വർ-റജാ, ഈ പേടിയും ഭയവും, എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും. സ്വർഗലോകത്ത് 100 ലെവലുകളാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗലോകത്ത് ഒരാൾ കടന്നാൽ സ്വർഗത്തിൽ കടക്കുന്നവർക്ക് പിന്നെ സങ്കടം വരുന്ന ഒരു വിഷയമേ ഉള്ളൂ, ഒരൊറ്റ വിഷയം. എങ്ങനെ? പടച്ചോനെ, ഞാനിപ്പോ 3-ാം തട്ടിലായി പോയല്ലോ റബ്ബേ, ഇതിന്റെ മെയ്ത് 97 തട്ട് വേറെ കിടക്കാണ്. അല്ലാഹുവേ, ഞാൻ ആ ദുഹാ നിസ്കാരം 2 റക്അത്ത് എന്നും നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ആ സുന്നത്തായ നോമ്പ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എടുത്തിരുന്നുവെങ്കിൽ, പടച്ചവനെ, രാത്രി നിങ്ങൾ അവസാനം നിസ്കരിക്കുന്നത് വിത്റാകണേ എന്ന് മുത്തഹബീബ് പറയുകയും അത് വാജിബാണെന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം മദ്ഹബിൽ സ്ഥാപിക്കുകയും പ്രബലമായ സുന്നത്തായി ഇമാമുന ശാഫിഈ തങ്ങൾ ഗണിക്കുകയും ചെയ്ത ആ ഒരു വിത്ർ നിസ്കാരം, ഒരു റക്അത്തെങ്കിലും ഉറങ്ങുന്നതിന്റെ മുമ്പ്, സുബ്ഹിക്ക് മുമ്പ് അവസാനത്തെ റക്അത്ത് ഒരു വിത്ർ നിസ്കാരമാക്കിയിരുന്നെങ്കിൽ, ഒരു നന്മ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലാഹുവേ, എനിക്ക് ഈ 3-ൽ നിന്ന് ഒരു 27-ലേക്ക് എത്താൻ പറ്റുമായിരുന്നല്ലോ. സ്വർഗത്തിലെത്തിയാൽ അങ്ങനെ ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടു പോകുമെന്നാണ്. സ്വർഗവാസികളുടെ സങ്കടം പിന്നെ അതായിരിക്കും. നമ്മൾ വെറുതെ പറയണം അവിടെ കയറിയാൽ നമുക്ക് വേറെ സങ്കടമൊന്നും ഉണ്ടാവില്ല. ഗൾഫിക്ക് പോകാൻ ആദ്യം എന്താ പറയാ, ഒരു ബക്കാല വിസ ആണെങ്കിൽ തിരക്കേടില്ല, ഒരു വിസ കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ഒരു വിസ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. സൂപ്പർ മാർക്കറ്റിക്ക്, റഹ്മാനായ റബ്ബേ, 14 മണിക്കൂർ ജോലിയല്ലേ, ശമ്പളം 800. റഹ്മാനായ റബ്ബേ, എൻ്റെ അത്ര പോലും പഠിച്ചിട്ടില്ലാത്തൊരു സാധു, ആകെ 8 മണിക്കൂർ ജോലി, ഒരു അധ്വാനമില്ല, 6 മാസം കൂടുമ്പോൾ കുറച്ച് ലീവ്, 1 കൊല്ലം കഴിയുമ്പോൾ ടിക്കറ്റ്. റഹ്മാനായ റബ്ബേ, ഞാനിപ്പോൾ വന്നത് വല്ല അബദ്ധമായി പോയല്ലോ. അവിടെ എത്തുമ്പോൾ അങ്ങനെ മനസ്സിലാവും, കൂടുള്ള ആളുകളെ കാണുമ്പോൾ. സ്വാഭാവികമാണ്. അങ്ങനെയാണ് കുറേ അമ്മാവന്മാരൊക്കെ വിസെടുത്ത് കൊണ്ടുപോയിട്ട് കുടുങ്ങിയത്. എൻ്റെ അമ്മാവനെ കുടുക്കിയെന്ന് പിന്നെ പറയാം. അമ്മാവനോട് പറഞ്ഞൊരു വിസെടുത്തതായോ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക. അവിടെ എത്തുമ്പോൾ നമ്മുടെ രീതിയൊക്കെ മാറും, കാഴ്ചപ്പാടുകൾ മാറും, ചുറ്റുമുള്ള ലോകം കാണുമ്പോൾ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നരകത്തിൽ നിന്ന് അവസാനമായി രക്ഷപ്പെടുന്ന ഒരാൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ സിറാത്ത് കടന്നിങ്ങനെ കടന്നു വരുമ്പോ ആഖിറു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവസാനം കടക്കുന്ന ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ അമലുകളെ കയ്യിലുള്ളൂ, അമലുകളല്ലാതെ മറ്റൊന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നില്ലല്ലോ. ആ സമയം സിറാത്തിന്റെ മീതെ കടന്നു പോകുമ്പോൾ, സിറാത്ത് എന്ന പാലം ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയ, മുടിയേക്കാൾ നേർത്തത് ഭൂമിയിലെ ഡൈമെൻഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല. അങ്ങനൊരു പാലോ, നമ്മുടെ ഭൂമിയിലെ ആലോചനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 4 ടയർ പോകാൻ സ്ഥലം വേണ്ടേ എന്ന് ചിന്തിക്കും. ഇത് ആഖിറത്തിന്റെ ഡൈമെൻഷൻസ് ആണ്. നിമിതങ്ങൾ പറഞ്ഞു, ആ മൂർച്ചയേറിയ വാള് പോലെ നിൽക്കുന്ന ആ പാലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മീതെയാണ്. നരകമാണെങ്കിലോ ഇരുട്ടാണ്. അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ നിമിതങ്ങൾ. ഉമറേ, അല്ലാഹുവിന്റെ നരകത്തിന്റെ നിറം ഇന്ന് കറുപ്പാണ്, ഇരുട്ടാണെന്നാണ്. നരകം ഇരുട്ടാണ്, അത് കടന്നു പോകാൻ വെളിച്ചം വേണം, പാലത്തിൽ വെളിച്ചം വേണം. നരകത്തിന്റെ ചൂട് ഭൂമിയിലേതിനേക്കാളും 70 അതിലേറെയോ ഇരട്ടി ചൂടുണ്ട് എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ,
ഭൂമിയിലെ ചൂട് തന്നെ മതിയായിരുന്നല്ലോ. ലകഫത യാ റസൂലല്ലാഹ്, ദുനിയാവിലെ തീ തന്നെ ധാരാളമല്ലേ നബിയെ, ഇതിനേക്കാളും 70 ഇരട്ടി ചൂടാണോ നരകത്തിൻ്റെത്? നമ്മൾ അറിയണം, മനുഷ്യനായി പടച്ചുവിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള റിസോഴ്സുകൾ അല്ലാഹു കൊടുത്ത്, വിശുദ്ധ ഖുർആനും ഹദീസും കൊടുത്ത്, ഉലമാഇനെ വിസ്തരിച്ചു കൊടുത്ത്, പഠിക്കാനും അറിയാനും സമയം കൊടുത്ത്, ഇവിടെ വന്നതിന് ലക്ഷ്യമുണ്ട്, ഇത് കളിച്ചു തീർക്കാനുള്ള ലോകമല്ല എന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തതിന്റെ ശേഷം ഇത് കളിയാണ്, എന്റർടൈൻമെന്റും കളികളുമാണ് മതമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ഉണ്ട്, മനുഷ്യൻ ഇവിടെ ഉത്തരവാദിത്ത ബോധമുണ്ട്. അവരെ ശിക്ഷിക്കാൻ അവൻ ഒരുക്കി വെച്ചതാണ് അവന്റെ അദാബായ നരകം. അല്ലാഹു പിന്നെയും 1000 വർഷം അതിനെ കത്തിച്ചപ്പോൾ അതിന് ചുവപ്പ് നിറം വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഔഖദഹാ അൽഫാം, വീണ്ടും അല്ലാഹു നരകത്തെ കത്തിച്ചു 1000 കൊല്ലം വീണ്ടും ചൂടാക്കാൻ. എന്നിട്ട് നരകത്തിന് വെളുത്ത നിറം വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 വർഷം പിന്നെയും നരകത്തെ അല്ലാഹു ചൂടാക്കുകയും ഫസ്വദ്ദത്, നരകം കറുത്തുപോയി. ഉമറേ ഫഇന്നഹാ സൗദാഉ മുദ്ലിമ, നരകം ഇരുട്ടുള്ളതും കറുത്തതുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മീതെയാണ് ഈ സിറാത്ത് കിടക്കുന്നത്. ആ പാലത്തിലൂടെയാണ് കടന്നു പോവാനുള്ളത്. അല്ലാഹുമ്മ യസ്സിർ ലനാ റബ്ബേ, ആ നേരം ഞങ്ങൾക്ക് എളുപ്പമാക്കണേ തമ്പുരാനെ. വഇൻ മിൻകും ഇല്ലാ വാരിജുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. വഇൻ മിൻകും ഇല്ലാ വാരിജുഹാ, തീർച്ചയായും നിങ്ങളൊക്കെ അതിലെ കടന്നു പോവേണ്ടവരാണ്. അല്ലാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. നിങ്ങൾ നരകത്തിലൂടെ കടന്നു പോകുമെന്ന ആയത്തിന്റെ സാരം തന്നെ നരകത്തിന്റെ മീതെയുള്ള സിറാത്തിലൂടെ കടന്നു പോകുമെന്നാണത്രേ. അവസാനം വരുന്ന ഒരാൾ കാലിൽ കുറച്ച് വെളിച്ചമുണ്ട്, കാലിന്റെ തള്ളവിരൽ ഇങ്ങനെ മിന്നുന്നാണ്, കുറഞ്ഞ വെളിച്ചം, ഒന്ന് നീങ്ങും, 2 മിനിറ്റായി, റബ്ബേ ഞാൻ എങ്ങനെ പോകും? ഒന്ന് വെളിച്ചം തെളിയും, ഒന്നുകൂടെ അനങ്ങും, അവിടെ നിൽക്കും. കുറേ നേരം കഴിഞ്ഞ് ചിരി മിന്നും. വളരെ കുറച്ച് കർമ്മം ചെയ്തിട്ടുള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. റമളാനിലൊക്കെ അങ്ങനെ കുറച്ച് നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, അല്ലാഹു തആല സ്വീകരിച്ചോ ഇല്ലേ? 4 മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായില്ലേ? എന്തോ കൊച്ചു കൊച്ചു നന്മകളൊക്കെ മെല്ലെ 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 കടന്ന് സിറാത്ത് കടക്കുന്ന ഒരു നേരമുണ്ട്. സിറാത്ത് കടന്നു കഴിയുന്ന നേരം അദ്ദേഹം പറയും, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനി മിൻ ഹാദാ, എന്നെ രക്ഷപ്പെടുത്തി അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, ആരും രക്ഷപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല. അയാൾ അവസാനം പോകുന്ന ആളാ, പക്ഷെ ഇവർക്ക് തോന്നുകയാണ് ഞാനാണ് ആകെ രക്ഷപ്പെട്ട ആള് എന്ന്. പക്ഷെ അദ്ദേഹമാണെങ്കിലും അവസാനത്തെ ആളായിരുന്നു. മുന്നോട്ട് നടന്നു. മുമ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വൃക്ഷം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ഒരു തണലുള്ള വൃക്ഷം, തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും, യാ റബ്ബി ഉദ്നു, അല്ലാഹുവേ ദഅനി അദ്നു മിൻ ഹാദിഹി ഷജറ, അല്ലാഹുവേ ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് ഞാനൊന്നും പോയിക്കോട്ടെ, എന്നൊന്ന് അനുവദിക്കുമോ? ഫഅസ്തദില്ല മിൻ ദില്ലിഹാ വഅശ്റബ മിൻ മാഇഹാ, വെള്ളമുണ്ടെങ്കിൽ ഒന്ന് കുടിക്കാനും തണലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരിക്കാനും എന്നൊന്ന് വിടോ, ഞാനൊന്ന് പോട്ടെ. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ തരാം, പക്ഷെ വേറെന്തെങ്കിലും ചോദിക്കുവോ? ഇല്ല റബ്ബേ, ഇനി ഒന്നും ചോദിക്കൂല, എനിക്ക് അത്രയും മതി. നമ്മളെ വിസ പറഞ്ഞില്ലേ, ഇനി ഒന്നും ചോദിക്കില്ല, എനിക്ക് അത്രേ വേണ്ടു റബ്ബേ, വിശ്രമിക്കണം, ചൂടൊക്കെ കഴിഞ്ഞ് വരല്ലേ, ഹുവലക, പൊയ്ക്കോളൂ, വേറൊന്നും ചോദിക്കരുത് കേട്ടോ. കുറെ അങ്ങ് നടന്നു ചെന്നു. അപ്പൊ ആ വൃക്ഷത്തിന്റെ അരികത്ത് പോയിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വൃക്ഷം കാണുന്നുണ്ട്, നല്ല തണലുള്ളത്. പടച്ചവനെ, ഒരു മഖ്ലൂഖ് പോലും ഞാനല്ലാതെ ഇവിടെ കാണുന്നില്ല. ഒരു വൃക്ഷം ഒറ്റയ്ക്ക്, ഞാൻ ഈ ചെറിയ തണലിൽ നിൽക്കേണ്ടതിന് പകരം ഞാനങ്ങ് ഒന്നുകൂടെ നല്ല വിശാലമായ തണലുള്ള ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോയിക്കോട്ടെ. പറയും, അബ്ദി, നീയല്ലേ പറഞ്ഞത് വേറൊന്നും ചോദിക്കൂല. പടച്ചവനെ, നിനക്ക് വല്ല നഷ്ടം വരുന്നുണ്ടോ റബ്ബേ? വഅൻത റബ്ബുൽ ആലമീൻ വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാനല്ലയോ പടച്ചവനെ, നീ കരുണാനിധിയല്ലയോ റബ്ബേ, നിനക്ക് എന്നെ ആക്കി തന്നുകൂടെ?
ആവാം, പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ, വേറൊന്നും ചോദിക്കരുതേ. ഇല്ലല്ലോ റബ്ബെ, വേറൊന്നും ചോദിക്കൂല, കഴിഞ്ഞു. ഞാൻ ആകെ 1500 ശമ്പളമാണ് ഉദ്ദേശിച്ചത്, കിട്ടി, ഇനി ഞാൻ ചോദിക്കൂല. പിന്നെ ആലോചിക്കുക, റബ്ബെ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലല്ലോ, കുടുംബ നാട്ടിൽ ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ കുടുംബത്തെ കൊണ്ടുവരും. റബ്ബെ കുടുംബമുണ്ട്, ജീവിച്ചു പോകുന്നുണ്ടെന്നല്ലാതെ 5 പൈസ വരുമാനം ബാക്കിയില്ലല്ലോ. ഇങ്ങനെ മനുഷ്യൻ മേലോട്ട് ചിന്തിക്കുന്നു. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. മണ്ണിൽ പോയി കിടക്കുമ്പോഴേ വയറ് നിറയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വലിയ വൃക്ഷത്തിന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നു. അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാ മുമ്പോട്ട് നോക്കുമ്പോൾ അതിനേക്കാളും മനോഹരമായൊരു വൃക്ഷമുണ്ട്, അല്ലെങ്കിൽ ഒരു വീടുണ്ട്. അത് സ്വർഗത്തിന്റെ വാതിലിന്റെ അരികത്താണ്. അദ്ദേഹം ചോദിക്കുന്നു, യാ റബ്ബി, പടച്ചവനെ എന്നൊന്ന് അവിടം വരെ ആക്കിത്തരുമോ റബ്ബേ, വേറൊന്നും ഞാൻ ചോദിക്കൂല. അപ്പൊ നമ്മൾ തമ്മിൽ കരാറുണ്ടായി, 2 തവണ നീ വാക്ക് പാലിച്ചില്ലല്ലോ, നീ നമ്മുടെ കരാർ ലംഘിച്ചിട്ടുണ്ടല്ലോ. ഐ റബ്ബി, പടച്ചവനെ, വഅൻത അർഹമുർ റഹീമീൻ, നീയല്ലയോ കാരുണ്യം ചെയ്യാൻ കഴിയുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ. അള്ളാഹുവിനെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു അറാബി വന്ന് ചോദിച്ചു, പൊന്നാരബിയെ, നാളെ മഹ്ശറയിൽ വിചാരണ ചെയ്യുന്നത് അള്ളാഹുവിനല്ലേ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അള്ളാഹുവിനല്ലേ നബിയെ നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നത്? അതെ, അൽഹംദുലില്ലാ. അതുമല്ല, മനുഷ്യന്മാരെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്ത് പോയനെ നബി. അല്ലല്ലേ അർഹമുർ റഹീമീനല്ലേ, അവൻ കാരുണ്യവാനാണല്ലോ പടച്ചവനെ. അള്ളാഹുവിന്റെ നബിയെ, അള്ളാഹു കാരുണ്യവാനല്ലയോ, എനിക്ക് അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ട്. ആ മനുഷ്യ ഇറങ്ങി പോവാൻ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കുക, എന്നാൽ പേടിക്കും ചെയ്യുക. രണ്ടും വേണമെന്നാണ്. അൽ ഖൗഫു വർ റജാ, പേടിയുടെയും അതുപോലെ പ്രതീക്ഷയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ വെറും പ്രതീക്ഷ രക്ഷപ്പെടുന്ന ഉറപ്പാണ്, അങ്ങനെ പ്രതീക്ഷിക്കരുത്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ആശിക്കുകയും ദുആയിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ എത്തിയപ്പോഴാണ് സ്വർഗവാസികളുടെ സംസാരം കേൾക്കുന്നത്. നല്ല വർത്തമാനം, ഒച്ചപ്പാടൊക്കെ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാച്ച് നടക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ കേൾക്കുന്ന ഒരു ആരവുണ്ടല്ലോ, എന്തോ ഇവിടെ ആൾക്കാരുണ്ടോ. പടച്ചവനെ, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടില് ഈ മഹാവൃക്ഷത്തിന്റെ താഴെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യമുണ്ടോ റബ്ബേ? അവിടെ കുറെ ആളുകളെ കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. നീ പോയിക്കോ, ഇതുവരെ പറഞ്ഞതൊക്കെ ലംഘിച്ചിനി ഇതുമായിട്ട്. എന്നാലും റബ്ബേ, നീ എനിക്ക് മാപ്പുതാ, നീ കാരുണ്യവാനല്ലയോ, ഞാൻ പോയിക്കോട്ടെ. പോയിക്കോളൂ. അതിന് പടച്ചവനെ അവിടെ സ്ഥലം ഉണ്ടാകുമോ? ജനങ്ങളൊക്കെ എല്ലാവരും അവരുടെ സീറ്റുകളും റൂമുകളും വീടുകളൊക്കെ എല്ലാവരുടെ കയ്യിലും കിട്ടിയില്ലേ? എനിക്ക് വല്ലതുണ്ടാകും അവിടെ? നിനക്ക് നിന്റെ ദുന്യാവിൽ ജീവിച്ച ലോകം ഓർമ്മയുണ്ടോ? അവിടുത്തെ ഒരു വലിയൊരു രാജാവിന് കിട്ടിയ അധികാര മണ്ഡലം എത്രയാണോ അത്ര ഞാൻ നിനക്ക് തരട്ടെ. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, റബ്ബേ അത്തസ്തഹ്സിഉ ബി, എന്നെ കളിയാക്കാണോ പഠിച്ചോനെ? എന്നെ നീ കളിയാക്കാണോ? വഅൻത അർഹമുർ റഹീമീൻ. ഈ ഹദീസ് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇസ്അലൂനി, എന്നോട് ചോദിക്കിൻ, മിമ്മ അദ്ഹകു, എന്തിനാ ഞാൻ ചിരിക്കണത് എന്നോട് ചോദിക്കിൻ എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കണത്? ضحك رسول الله صلى الله عليه وسلم, ഹബീബായ തങ്ങൾ ചിരിച്ചു. തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഞാൻ എന്തിനാ ചിരിക്കുന്നത് എന്നോട് ചോദിക്കിൻ. ഞങ്ങൾ ചോദിച്ചു, മിമ്മ തദ്ഹകു യാ റസൂലല്ലാഹ്, എന്തിനാ നബി അങ്ങ് ചിരിക്കുന്നത്? പറഞ്ഞു, മിൻ ളഹ്കി റബ്ബിൽ ഇസ്സ, അല്ലാഹു ചിരിച്ചത് കണ്ടപ്പോ ഞാൻ ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചല്ലോ, എന്നെ കളിയാക്കുകയാണോ പടച്ചവനെ? ഒരു ചെറിയ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ ദുന്യാവിലെ രാജാവിന്റെ വലിയൊരു രാജമണ്ഡലം, വലിയ ലോകം തന്നെ എനിക്ക് തരാമെന്ന് ഓഫർ ചെയ്യുമ്പോ യതീംഖാന പിരിവിന് വരികയെന്ന് വിചാരിക്കുക. ആകെ റെസീറ്റ് 50 റുപ്യാണ്. ഞാനൊരു 5 ലക്ഷം തന്നാൽ എന്താന്ന് ചോദിച്ചാൽ കളിയാക്കാന്ന് വിചാരിക്കൂലേ? ഇദ്ദേഹം ചോദിച്ചത് അവിടെ നിന്ന് കിടക്കാൻ സ്ഥലമുണ്ടോ പടച്ചോനെ? എനിക്ക് കാലുകുത്താൻ സ്ഥലം കാണില്ലല്ലോ. നിനക്ക് ദുന്യാവ് ഓർമ്മണ്ടോ? അത്ര തന്നാൽ എന്താണ്? ദുന്യാവ് നീ കണ്ടിട്ടുള്ള ലോകം, ആ ലോകം ഭൂമിയല്ല, പ്രപഞ്ചത്തുമൊന്നാകെ നക്ഷത്രഗോളങ്ങളും താരസമൂഹങ്ങളുമുള്ള ഈ പ്രപഞ്ചം,
വലക മിസ്ലൈഹാ, ഞാൻ നിന്നെ കളിയാക്കുകയല്ല, പരിഹസിക്കുകയല്ല. വലക മിസ്ലൈഹാ, ഈ ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്ക് അല്ലാഹു നൽകുന്നു, ഞാൻ നൽകി കഴിഞ്ഞു. നീ ജീവിച്ചു പോന്ന ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്കുണ്ട് എന്ന്. അതിനാ അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള താഴെ ഗ്രേഡിലുള്ള ഏറ്റവും ചെറിയ പ്രതിഫലം പറ്റുന്ന ഒരാൾക്ക് ഈ ലോകത്തിന്റെ രണ്ടിരട്ടി അല്ലാഹു നൽകുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹ്. VIP-കൾക്ക് ഇനി എന്താ കിട്ടുകയെന്ന് ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. ഇത് ഏറ്റവും ചെറിയ ആളുകൾക്കാണ് ദുന്യാവിന്റെ രണ്ടിരട്ടി. സുബ്ഹാനല്ലാഹ്, 5 സെന്റ് 10 സെന്റ് ഒന്നും അല്ല. തിരുവങ്ങാടി താലൂക്കോ നമ്മൾ മലപ്പുറം ജില്ല ഇതൊന്നുമല്ല, ദുന്യാവിന്റെ രണ്ടിരട്ടി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരണേ തമ്പുരാനെ. ലഖദ് അദല്ലകും ശഹ്റു റമളാൻ എന്ന ശഅബാനിന്റെ അവസാനത്തിൽ മുത്തനബി തങ്ങൾ വന്ന് പറഞ്ഞുവല്ലോ, നിങ്ങൾക്കിതാ റമളാൻ വന്നിരിക്കുന്നു. ഫുത്തിഹത് ഫീഹി അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, സ്വർഗ്ഗത്തിലേക്ക് സത്യവിശ്വാസികൾ കടന്നു പോകും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ്ലുആ, മുത്തുകളും സ്വർണ്ണങ്ങളും അവർക്ക് ആഭരണമായി അണിയിക്കപ്പെടുകയും ചെയ്യും. സ്വർഗ്ഗലോകത്ത് ആഭരണമുണ്ട്, ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. അത് ബോറടിക്കുന്ന ആഭരണമല്ല, അല്ലാഹു ഒരുക്കി വെച്ച സ്വർണ്ണമാണ്, അല്ലാഹു ഒരുക്കി വെച്ച ലുഅ്ലുആൻ. അത് ഭൂമിയിലെ നമ്മുടെ ജ്വല്ലറിക്കാരന്റെ സ്വർണ്ണമായിട്ട് തട്ടിച്ചു നോക്കരുത്. ചെമ്പ് കൂട്ടി ആ സ്വർണ്ണം അല്ല ഇത് നമ്മുടെ ദുന്യാവിലെ 24 26 എത്ര പറയാം, അതൊന്നും അല്ല. മാല ഐനുൻ റഅത്, ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തത്, അതിന്റെ പരിശുദ്ധിയെ കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല, ആലോചിക്കാനും കഴിയില്ല. സുബ്ഹാനല്ലാഹ്. മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ്ലുആ വലിബാസുഹും ഫീഹാ ഹരീർ, വളരെ നേർത്ത പട്ടുടയാടകൾ, അല്ലാഹു പട്ടിന്റെ ഉടയാടകൾ അവർക്ക് അണിയിക്കുന്നതാണ്. സ്വർഗ്ഗലോകത്ത് മനോഹരമായ വസ്ത്രങ്ങളുണ്ടവർക്ക്. വഖാലു അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, അല്ലാഹുവേ സങ്കടം ഞങ്ങളിൽ നിന്ന് നീക്കി തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഒരുപാട് സങ്കടപ്പെട്ട കഴിഞ്ഞത് ദുനിയാവിൽ. മക്കൾ എന്തായി പോകും, ജീവിതം എന്തായി പോകും, മരണം എന്തായി പോകും, എന്റെ ആഖിറം എന്താണ്, ഖബർ എന്താണ്, ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ചതാണ്, ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ വേർപിരിഞ്ഞു പോയപ്പോ, പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചപ്പോ, പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോ സങ്കടപ്പെട്ടു. ദുനിയാവ് അങ്ങനെയാണ്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ ഇന്നലെ ഒരു വീട്ടിൽ, കാസർഗോഡ് ജില്ലയിലെ ഒരു വീട്ടിൽ 6 ആൾ മരിച്ചുപോയൊരു വീട്, 6 പേരൊരു കുടുംബത്തിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ചെറിയ 2 കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ട്. ഒരു കുഞ്ഞിന് 11 മാസം എന്തോ ആയിട്ടുള്ളൂ, മുലകുടി പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ കാലിന് ഫ്രാക്ചറുണ്ട്, കാലിനൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് ചെറിയ കുഞ്ഞ് ഉറക്കത്തിലിങ്ങനെ ഞെട്ടുകയാണെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഉമ്മയെ ഓർമ്മ വരുന്നുണ്ടാവും, മുല കുടിക്കുന്ന പ്രായമല്ലേ, ഉമ്മ മരിച്ചുപോയി. ആ ചെറുപ്പക്കാരൻ പറയാണ്, എൻ്റെ ഭാര്യ മരിച്ചു, ഒരു മോനും മരിച്ചു, ഈ ചെറിയ കുഞ്ഞ് ബാക്കിയുണ്ട്. 5-6 പേർ ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ. ആ വീടിൻ്റെ മൂകത, ഒരു 4-5 വയസ്സുള്ളൊരു കുട്ടിയും ഹോസ്പിറ്റൽ ഡിസ്ചാർജായി വന്നു. ആകെ മുറിവുകളാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ സങ്കടം? ദുനിയാവ് അങ്ങനെയല്ലേ? അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് ഒരുപാട് വരുന്നു. ചിലർക്ക് അല്ലാഹു കുറച്ച് പരീക്ഷണങ്ങൾ, ചിലർക്ക് ഒരുപാട് ഒരുമിച്ച്. അല്ലാഹുവേ, ജീവിതത്തിൽ നീ അനർഘമായി ഒരിക്കലും മാറ്റം വരുത്തില്ല എന്ന ഒരു തീരുമാനം നിനക്കുള്ള ഖളാഉകൾ വല്ലതും മുബറമായ ഖളാഉകൾ ഞങ്ങളിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. നിന്റെ ഖളാഉകൾ വല്ല മുഅല്ലഖുമാണെങ്കിൽ അല്ലാഹുവേ, ഈ സദസ്സിലെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പഠിപ്പിച്ചുപോയ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മഹത്വം കൊണ്ട്, അല്ലാഹുവേ, ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന 2 മഹത്തുക്കളായ 2 ശ്രേഷ്ഠരുടെ പുണ്യം, അവർ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു ഈ വിശുദ്ധ റമളാനെ മുൻനിർത്തി റഹ്മാനായ റബ്ബേ, അല്ലാഹുമ്മ സല്ലിംനാ മിൻ ആഫാത്തി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും വിപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണം തമ്പുരാനെ.
وقالوا الحمد لله الذي أذهب عنا الحزن. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ പറയും, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടമില്ലാതാക്കി തന്നവനെ റബ്ബേ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. ഞങ്ങളുടെ അല്ലാഹു ഒരുപാട് പുറത്തു തരുന്നവനും ഞങ്ങളുടെ അല്ലാഹു നന്ദിക്ക് തിരിച്ചുപകാരം ചെയ്യുന്നവനുമാണല്ലോ എന്ന് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന വാക്കാണത്. നമ്മൾ ഓർത്തു നോക്കുക, മസീറത്തു 40 സന, 40 വർഷം ഇനിയും യാത്ര ചെയ്ത് എത്താൻ ദൂരം ബാക്കിയുണ്ടായിരിക്കെ തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിന് 8 അബ്വാബിൻ, 8 വാതിലുകൾ അല്ലാഹു വെച്ചിരിക്കുന്നു. മാ ബൈന മിസ്റാഇഹാ, ഓരോ വാതിലിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള ദൂരം 40 സന, 40 വർഷം ചെയ്യേണ്ട യാത്രയുടെ ദൂരമുണ്ട്. എന്നാൽ ആ കവാടങ്ങൾക്ക് വാതിലുണ്ട്. ആ കവാടങ്ങളുടെ വാതിലിന്റെ കണ്ണി ആദ്യമായി അത് പിടിച്ച് കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വർഗവാതിലിന്റെ മിഖ്ബലിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പിടിക്കുമ്പോ മലക്കുകൾ ചോദിക്കും, ആരാണിത്? മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറയും, ഉമിർനാ അൻ നഫ്തഹ ഹാദൽ ബാബ ഇല്ലാ ലക്. നബിയേ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് തുറന്നു കൊടുക്കരുത് എന്ന് ഞങ്ങളോട് നിർദ്ദേശമുണ്ട് അങ്ങ് പറഞ്ഞതുകൊണ്ട് അങ്ങയാണ് ഇത് തുറക്കപ്പെടേണ്ടത്, അങ്ങയുടെ കൈകൊണ്ടാണ്, തുറന്നോളൂ നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തുകളിലെ വലിയ ഒരു സംഘം സത്യവിശ്വാസികൾ കൂടെ നിൽക്കുമ്പോൾ നോക്കണം, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ കൂടെ നിൽക്കാൻ പറയുമ്പോ റബ്ബേ എനിക്കവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാകോ? അങ്ങനെ ആലോചിക്കും. സ്വർഗവാതിൽ മസീറത്തു 40 സന, 40 വർഷത്തെ വഴിദൂരമുണ്ടത്രേ. വാതിലിന് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് 40 വർഷത്തെ വഴിദൂരം. ആ സുംറത്തിൽ ഹബീബിന്റെ കൂടെ നിന്ന് വാതിൽ തുറന്ന് കാണുകയും സ്വർഗലോകത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന നേരം ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കിന്നതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോടാണ് കാന ദായിമൽ ഹുസ്നി, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, യാ ഇമാം അവറുകളെ മതറാഹ, എപ്പോഴാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുക? ഹത്താ അളഅ അവ്വല ഖദമി ഫിൽ ജന്ന, എന്റെ കാലിൽ ആദ്യത്തെ കാല് സ്വർഗവാതിൽ തുറക്കപ്പെട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ വെക്കുമ്പോ അപ്പോഴാണ് സത്യവിശ്വാസിക്ക് സന്തോഷം റാഹത്തും വരുന്നത് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അരങ്ങെന്ന് ആലോചിച്ച് നോക്കും. ഹബീബായ തങ്ങൾ വാതിൽ തുറക്കുന്നു, സത്യവിശ്വാസികൾ കൂടെയുണ്ട്, അവിടെ തിക്കിത്തിരക്കാൻ വേണ്ടി കൂടെയുണ്ട്. അങ്ങനെ ഹബീബിന്റെ സ്വഹാബിമാർ, ലക്ഷക്കണക്കിന് സ്വഹാബിമാരും താബിഈങ്ങളും അവിടെ ഓടി വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളുണ്ട്, മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. കുല്ലമാ തഅബ, നിസ്കാരത്തിൽ ഒരുപാട് ക്ഷീണം വന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ തളർന്നു പോകുമ്പോ ചാട്ടവാറെടുക്കും, കാലിലടിച്ചുകൊണ്ട് പറയും, അബൂ മുസ്ലിം എനിക്ക് ക്ഷീണമായോ? നിസ്കരിക്ക്, നിർത്തല്ല. സ്വന്തം ശരീരത്തെ അടിച്ചുകൊണ്ട് പറഞ്ഞ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വല്ലാഹി വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി, അല്ലാഹുവിന്റെ റസൂൽ വാതിൽ തുറക്കുമ്പോ ഹബീബിന്റെ കൂടെ തിരക്കാൻ ഞങ്ങളും ഉണ്ടാകും. ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിൻ, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. اللهم صل على
മുഹമ്മദിൻ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه മഹാനവറുകൾ പറയുകയാണ് ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ നബിയോടുകൂടെ ആ നേരത്തെ തിരക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടാകും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ. എന്നിട്ട് മനസ്സിലാക്കണം, അവർ പിറകെ ഇട്ടേച്ചു പോയത് ആൺകുട്ടികളെയാണെന്ന്. ആൺകുട്ടികൾ ഞങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നുവെന്ന് നബിയുടെ സ്വഹാബികൾക്ക് അറിയണം. അതുകൊണ്ട് താബിഈയായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ നേരത്തെ തിരക്കാൻ, ഹബീബിന്റെ കൂടെ നിൽക്കാൻ, ശരീരത്തോടെ ഇബാദത്ത് ചെയ്യാൻ പറയാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത രംഗമായിരിക്കും. സ്വർഗം തുറന്നു കാണുന്ന ഒരു നേരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മാ അലാ മൻ യുദ്ആ, സ്വർഗവാതിലുകളിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ ഒരാളെ വിളിച്ചാൽ മാ അലൈഹി ബുദ്, പ്രയാസമൊന്നുമില്ല. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മാലാഖമാർ യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ, അല്ലാഹുവിന്റെ ദാസനെ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ എന്ന് അള്ളാഹുവിന്റെ മഹാസൃഷ്ടികളായ മാലാഖമാർ, അവിടുത്തെ വളണ്ടിയർമാർ അവരാണ്, ഇങ്ങോട്ട് പോരിൻ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. ഹാദാ ഖൈർ, ഈ വാതിലാ നല്ലത്, ഇങ്ങോട്ട് പോരിൻ, ഇവിടെ വരണം, ഇതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മാലാഖമാരിങ്ങനെ വിളിക്കുന്നു. ഫമൻ കാന, അതിൽ ആരെങ്കിലും യുഹിബ്ബു സ്വദഖ, സ്വദഖ ധാരാളം ചെയ്യുന്ന ആളുകൾ, കൈയഴിഞ്ഞ് ദീനീ സ്ഥാപനങ്ങളെ, ദീനിനെ സഹായിക്കുന്നവരെ, അള്ളാഹുവിന് വേണ്ടി കൊടുത്തവർ, അവരെ സ്വദഖയുടെ വാതിലിലൂടെ വിളിക്കും, ഇതിൽ വരിനെന്ന്. അള്ളാഹു ഈ സ്ഥാപനത്തിന്റെ ദീനിന് വേണ്ടി ആരൊക്കെ ആത്മാർത്ഥമായി അമല് ചെയ്തോ അവരൊക്കെ ചെയ്ത നാണയത്തൊട്ടുകൾ കാരണം ബാബു സ്വദഖയിലൂടെ കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം സമ്പാദ്യത്തിന്റെ വലിയൊരളവ് ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് മഹത്തുക്കൾ ഈ വേദിയിൽ, സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു ഒക്കെ ബാബു സ്വദഖയിലൂടെ കടക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ.